നോബിൾ വെൽനസ് അക്കാദമി ഇൻഷുറൻസ് വീണ്ടും വീണ്ടും വന്നിട്ടവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാറുണ്ട്, ഒരു ആശുപത്രി ബില്ലിന് ജീവിത സമ്പാദ്യം മൊത്തം തീർക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെടുക്കുന്ന ഒരു മുൻകൂർ എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് മെഡിക്ലെയിം. നമ്മളെടുത്ത് തീരുമാനങ്ങൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മെഡിക്ലെയിം എടുക്കുന്നതിൽ നമ്മൾ തീരുമാനം മാറ്റിവെക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആത്മഹത്യക്ക് ഇല്ലയോ. മെഡിക്ലെയിം എന്നാൽ ആശുപത്രി പ്രവേശിക്കുന്നു നമ്മുടെ അപ്രതീക്ഷ അൺഎക്സ്പെക്ടഡ്ലി നമ്മുടെ ഹോസ്പിറ്റലൈസേഷനിലോട്ട് പോകേണ്ടി വന്നാൽ എന്ത് ആക്സിഡൻഷ്യോ ഓർ ഡിസീസസോ നമ്മുടെ ചികിത്സാ ചെലവെല്ലാം ഏറ്റെടുക്കുന്ന ആ കമ്പനി നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസുഖം വരുന്നവർ കാത്തിരിക്കാതെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ അതാണ് അത്യാവശ്യം. ഒന്നുപോലും ഒരു സമയം പോലും വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് എടുക്കുക. അത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് മെഡിക്ലെയിം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്, പല പല ഫീച്ചേഴ്സും ഉണ്ട്. എന്തുകൊണ്ടാണ് മെഡിക്ലെയിം എന്നുള്ള ആ ചോദ്യത്തിന് പല പല കാരണങ്ങളും. നല്ലൊരു ആരോഗ്യ നിക്ഷേപം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഒരു നിക്ഷേപമാണ്. ഒരു 10 ലക്ഷം രൂപ മെഡിക്ലെയിം എടുത്താൽ 10 ലക്ഷം രൂപ നമ്മൾ ഇങ്ങനെ നമ്മള് സേഫ് ആയിട്ട് വെച്ചേക്കില്ല, എമർജൻസിക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെയാണ് ഒരു നെറ്റ്വർക്ക് ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ കിട്ടുന്ന ഒരു സംവിധാനമാണ്. നമുക്കിതുപോലെ കമ്പനികളെല്ലാം മെഡിക്ലെയിം ആ കമ്പനികൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം ടൈപ്പ് ഉണ്ടാവും പല ഹോസ്പിറ്റലുമായിട്ടും. അത് ആ ഒരു ഹോസ്പിറ്റലുകളിൽ നമുക്ക് പലപ്പോഴും അത് ക്യാഷ്ലെസ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ മാക്സിമം ചെലവുകളെല്ലാം പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഇതെല്ലാം നമ്മുടെ കമ്പനി തരുന്ന ഫീച്ചേഴ്സ് ആണ്. 80 days ഇപ്പം ടാക്സിന്റെ എക്സംഷൻ എടുക്കുന്ന ആൾക്കാർക്ക് അത് ഗുണമാണ്. ടാക്സ് അടയ്ക്കാതെ അല്ലെങ്കിൽ ടാക്സിന് ഒരു എക്സംഷൻ കിട്ടും. 80D പ്രകാരമാണ് അതിന്റെ എക്സംഷൻ. നമ്മൾ ഈ മെഡിക്ലെയിം എടുക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ സമാധാനം പൈസ കൊടുത്ത് മേടിക്കുക. ഏതാണ് നിങ്ങളുടെ അനുയോജ്യമായ ഫാമിലിക്ക് വേണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വേണോ, ഏതാണ് നിങ്ങളുടെ അനുയോജ്യമായ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണോ അതനുസരിച്ച് നമുക്ക് മെഡിക്ലെയിമിന്റെ ആ ഒരു കാര്യങ്ങള് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെ ആയിക്കിട്ട് കുറച്ച് പൊതുവായ തെറ്റിദ്ധാരണകളുണ്ട്. മെഡിക്ലെയിം പറയുന്നത് കമ്പനി മാക്സിമം പലപ്പോഴും കൊടുക്കാതിരിക്കാനാണ് നോക്കുന്നതെന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ആ തെറ്റിദ്ധാരണകൾ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറഞ്ഞാൽ ഒരു കമ്പനിക്കും മെഡിക്ലെയിം ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എടുക്കുന്നതനുസരിച്ച് അവരുടെ ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റൂല. കൊടുക്കാതിരുന്നാൽ കമ്പനിയുടെ ആ ഒരു നല്ലൊരു ഫെയിമിനെ ബാധിക്കും. പറഞ്ഞത് എനിക്ക് ചെറുപ്പമാണ്, എനിക്ക് മെഡിക്ലെയിം വേണ്ട, എനിക്ക് നല്ല ആരോഗ്യമാണ്, ഇതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നവരുണ്ട്. മെഡിക്ലെയിം വളരെ ചെലവാണെന്ന് പറയുന്നവരുണ്ട്. പലപ്പോഴും മെഡിക്ലെയിം എടുക്കുന്നതിന് പകരം ഒഴിവാകുന്നതിനും പല പല കാരണങ്ങൾ ആൾക്കാർ പറയുന്നത്. ക്ലെയിം കിട്ടാതെ വരുന്നത് ക്ലെയിം കിട്ടുന്നതിന് വളരെ പ്രയാസം. എല്ലാം നമ്മള് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്നതും കിട്ടാത്തതും എങ്ങനെയൊക്കെ കിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ഈവൻ നമുക്ക് പല പല കാരണങ്ങൾക്ക് കിട്ടാതിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ പല പല സംവിധാനങ്ങളുണ്ട്. ഓംബുഡ്സ്മാനിൽ പോകാൻ പറ്റും, ഗ്രീവൻസിൽ പോയി അതിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു കമ്പനിയും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ മിഥ്യയാണ്. പലപ്പോഴും എന്റെ എത്രയോ കേസുകൾ നമ്മളെ എടുത്ത് 1 മാസം 2 മാസം കഴിഞ്ഞ് എത്രയോ ലക്ഷങ്ങൾ എടുക്കുന്ന ആൾക്കാർ കിട്ടിയ എത്രയോ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ മാത്രം പറഞ്ഞാൽ മതി. ഒരിക്കലും ഒരു കമ്പനിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ആ കമ്പനി നടത്തേണ്ടി വരും. അതുകൊണ്ട് മെഡിക്ലെയിമിന് കിട്ടുക എന്ന് പറയുന്നത്, മെഡിക്ലെയിം എടുക്കുക എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്ട് അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.